വേൾഡ് മലയാളി കൗൺസിൽ. വേൾഡ് മലയാളി കൗൺസിലിൽ എന്താണ് നമ്മുടെ പൊസിഷൻ? ഞാൻ വേൾഡ് മലയാളി കൗൺസിലിൽ പിന്നെ ആദ്യമേ ഇത് വേൾഡ് മലയാളി കൗൺസിൽ തുടങ്ങുന്നത് TN ശേഷൻ എന്ന് പറഞ്ഞ നമ്മുടെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന TN ശേഷൻ IAS-ഉം പിന്നെ KPP നമ്പ്യാർ നമ്മുടെ കെൽട്രോണിൻ്റെ പിന്നെ സ്ഥാപകനും പിന്നെ കേരളത്തിലും ഇന്ത്യയിലും ഇലക്ട്രോണിക് വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഒരു വലിയൊരു സയൻറ്റിസ്റ്റും ടെക്നോക്രാറ്റായിരുന്നു അദ്ദേഹം. ഇവർ രണ്ടുപേരും കൂടാണത് ന്യൂജേഴ്സി വെച്ചായിരുന്നു അതിൻ്റെ ഉത്ഭവം. 1995 ആ സമയത്ത് ബാബുപോൾ സാർ ഉണ്ടായിരുന്നു, ബാബുപോൾ സാർ IAS. ഇവരൊക്കെ അതുപോലെ തന്നെ നമ്മുടെ TP ശ്രീനിവാസ്, അംബാസഡർ TP ശ്രീനിവാസൻ, അദ്ദേഹത്തിൻ്റെ വൈഫ് ലേഖ ശ്രീനിവാസന്, അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ തുടങ്ങിയതാണ്. ആ സമയത്ത് ഇവിടെ ആനന്ദബോസ് എന്ന് പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ, അദ്ദേഹവും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ആദ്യം പ്രവർത്തിച്ചിരുന്നു, ഇവിടെ വന്നിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഞാൻ ആ സമയത്തൊന്നും വളരെ ആക്റ്റീവ് അല്ലായിരുന്നു. 2009 മുതൽ എന്നെ വളരെ എൻ്റെ ചില ഒരു സാന്നിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ എല്ലാം ഇവിടുത്തെ ഭാരവാഹികൾ വന്നപ്പോൾ ഞാൻ അതിനകത്ത് പ്രവർത്തിച്ചു തുടങ്ങുകയും പല പ്രോവിൻസുകളൊന്ന് റിവൈവ് ചെയ്യണം, എൻ്റെ ഒരു സഹായം വേണമെന്ന് പറഞ്ഞു. സഹായം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സപ്പോർട്ട് വേണം. അങ്ങനെ ഞാൻ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ദുബൈയിലെ പ്രോവിൻസ് എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്മുടെ പ്രോവിൻസ് എന്നാണ് പറയുന്നത്, ദുബൈ പ്രോവിൻസ്, അങ്ങനെ അജ്മാൻ, അങ്ങനെയുള്ളിടത്ത് ഷാർജ, ഉമൽക്കോയിൻ, അങ്ങനെ പ്രൊവിൻസുകൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2012 ബോണി വെച്ച് നടന്ന വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ബൈനിയൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ വെച്ച് അവരെല്ലാം കൂടെ എടുത്തൊരു പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഗ്ലോബൽ ചെയർമാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ അതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ, അവർ ജനറൽ ബോഡിയാണ് അൾട്ടിമേറ്റ്, അറിയാവുള്ളൂ, ജനറൽ ബോഡിയാണ് അവർ തീരുമാനിച്ച്. അങ്ങനെയാണ് ഞാൻ ഗ്ലോബൽ ചെയർമാനായിട്ട് വരുന്നത്. ഗ്ലോബൽ ചെയർമാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴും അന്നും വേറൊരു വിഘടിത ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ വേൾഡ് മലയാളി കൗൺസിൽ ഇപ്പോൾ മൂന്നായതിൻ്റെ അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വെച്ച് 2015 ഇവിടെ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ കോൺഫറൻസ് ദുബൈ വെച്ച് ചെയ്യാനായിട്ട് അറ്റ്ലാന്റിസ് ഹോട്ടലിൽ വെച്ച്, ലോകത്തിലെ ഏറ്റവും നല്ല പ്രസ്റ്റീജിയസ് വെന്യൂ ആണ്. അവിടെ ചെയ്യാനെല്ലാം റെഡിയായി. അവിടെ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തു. ബുക്കിംഗ് നടന്ന് ഒരു 250ഓളം ഡെലിഗേറ്റ്സിന് വേണ്ടിയുള്ള ഫ്രീ ആയിട്ടുള്ള താമസവും കാര്യങ്ങളും ശരിയാക്കി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ എതിർ ഗ്രൂപ്പ് ആ സമയത്ത് ഇവിടെ ഓരോരുത്തരും ഈ ചില ഉണ്ടല്ലോ അവർ അതിനെ തടയാനായിട്ട് അവർ പരിസരത്ത് ലാസ്റ്റ് മിനിറ്റ് കൊണ്ടുവന്ന് അതിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയും. അപ്പോൾ ആ അറ്റ്ലാന്റിസ് ഹോട്ടലിൽ വെച്ച് അന്ന് നടത്തേണ്ട പ്രോഗ്രാം, 2 ദിവസമായിട്ട് നടക്കേണ്ട പ്രോഗ്രാം ഞങ്ങൾ നേരെ അബുദാബിയിൽ പിന്നെ ആർമി ഓഫീസേഴ്സ് ഒരു വലിയൊരു ഹോട്ടലുണ്ട്, അതിൻ്റെ ഹിൽട്ടൺ ഹോട്ടൽ, അവിടെ ഞങ്ങൾ ഒറ്റയടിക്ക് ഇവിടെ ഇവർ ചില സാങ്കേതിക കാരണങ്ങളാൽ ചില കാര്യങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അവിടെ കൊണ്ട് മാറ്റി അവിടെ ചെയ്തു. ഗംഭീരമായിട്ട് വലിയ വിജയിച്ചു. കേരളത്തിൽ നിന്ന് 2-3 മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, KC ജോസഫും മുനീറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അംബാസഡേഴ്സ് 2-3 പേരുണ്ട്, TP ശ്രീനിവാസന്, പിന്നെ ചീഫ് സെക്രട്ടറിമാർ 2-3 പേരുണ്ടായിരുന്നു, AJ അലക്സാണ്ടർ, പിന്നെ അതുപോലെ തന്നെ ക്രിസ്റ്റി ഫെർണാണ്ടസ്, എല്ലാവരുടെ സാന്നിധ്യത്തിനും BR ഷെട്ടി, അതുപോലെ തന്നെ ലൂലുവിൽ നിന്ന് വലിയൊരു അന്ന് യൂസഫ് വൈദിക്ക് വരാൻ പറ്റിയില്ല, പിന്നെ സിദ്ധാർത്ഥ്, ഒരുപാട് ആൾക്കാർ BR, പിന്നെ അങ്ങനെ ഗംഭീരമായിട്ട് നടന്നു. നല്ലൊരു ഇവൻ്റ് ആയിരുന്നു അത്. പെട്ടെന്ന് ഇവിടുന്ന് പെട്ടെന്ന് മാറേണ്ടി വന്ന്, നാടകീയമായിട്ട് മാറേണ്ടി വന്നിട്ട് പോലും എത്രയോ ബസ്സുകൾ നമ്മുടെ ഇത്രയും ഡെലിഗേറ്റ്സിന് ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി. അത് വളരെ, അന്ന് എൻ്റെ ഇവിടെ പ്രസിഡൻ്റായിരുന്ന ജോണി കുരുളയായിരുന്നു. ജോണി കുരുള, പുള്ളിയുടെ ആ ഒരു ഉത്സാഹവും ആ സമയത്തുണ്ടായിരുന്നു. പുള്ളി അവിടെ പ്രവർത്തിച്ചുകൊണ്ടാണ് പുള്ളിക്ക് പെട്ടെന്ന് ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് നടന്നു. അങ്ങനെ പിന്നെ കാര്യം പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തീരുമാനിച്ചു, നമുക്ക് എന്തുകൊണ്ട് ഈ ഒന്ന് യുണൈറ്റ് ചെയ്തുകൂടാ, ഈ 2 ഫാക്ഷനായിട്ട് മാറി നിൽക്കുന്നു. കാരണം ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ശരി നമുക്ക് സംഭവിച്ചു, വേറെ ആർക്കും ഭാവിയിൽ സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ അതിനുള്ള ചർച്ചകൾ വന്നു. അപ്പം മാറി നിന്ന ഫാക്ഷനെയും വെച്ചുകൊണ്ട് നമ്മൾ 2015 ഡിസംബർ 1 കേരളത്തിൽ വെച്ച്, കേരളത്തിലെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെയും ബാക്കിയുള്ള 3-4 മിനിസ്റ്റേഴ്സിൻ്റെയും സാന്നിധ്യത്തിൽ, അതുപോലെ തന്നെ LDFൻ്റെ ഇപ്പോഴത്തെ, അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന MA ബേബി, അവരുടെ എല്ലാ സാന്നിധ്യത്തിൽ വെച്ച് നമ്മൾ ഈ 2 വേൾഡ് മലയാളി വിഘടിച്ച് നിന്ന 2 വേൾഡ് മലയാളി കൗൺസിലിനെ നമ്മൾ യോജിപ്പിച്ചു. അവിടെ വെച്ച് വീണ്ടും അതിൻ്റെ പിന്നെ പ്രസിഡൻ്റായിട്ട് ഞാൻ വരികയും അതിൻ്റെ ചെയർമാനായിട്ട് പിന്നെ ഗോകുലം ഗോപാലൻ്റെ മരുമകൻ സണ്ണിലോ ആയിരുന്നു പ്രവീൺ, മറ്റേ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളി അതിൻ്റെ ചെയർമാനായിട്ടും ഞാൻ പ്രസിഡൻ്റായിട്ടും വന്നു.
ഞങ്ങൾ പുതിയൊരു എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അത് വളരെ ആഘോഷമായിട്ട് എല്ലാവരും 100% ആൾക്കാർ യോജിച്ചൊരു സംഭവമായിരുന്നു. വീണ്ടും മലയാള കൗൺസിലിൻ്റെ ചരിത്ര മുഹൂർത്തമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് നമ്മുടെ മുഞ്ചേട്ടൻ സാറിൻ്റെ ഒക്കെ പറഞ്ഞു, സാറേ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഈ വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞാൽ പിന്നെ സമാനതകളില്ലാത്തൊരു മലയാളികളുടെ ഓർഗനൈസേഷൻ്റെ വീടിച്ചു നിന്നു. അവർ വീണ്ടും യോജിച്ച് കൈകോർത്തു ഐക്യപ്പെട്ടു. അപ്പോൾ ഇന്നീ ദിവസം നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് സാറ് ഇതിനെ പിന്നെ മലയാളി ഐക്യദിനമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിർദ്ദേശമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഐസക്കിൻ്റെ, പക്ഷേ നിങ്ങളുടെ ഈ ഐക്യം 1 വർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് പരിഗണിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് വളരെ പ്രോഫറ്റിക് ആയിരുന്നു. ഞങ്ങളുടെ ഈ ഐക്യം 3 മാസം കഴിഞ്ഞപ്പോൾ മുതലേ അതിന് ചോർച്ച വന്നു തുടങ്ങി. പലരും എന്നെ വന്ന് സമീപിച്ചിട്ട് പറഞ്ഞു അവരെ ജനറൽ സെക്രട്ടറി ആക്കണം, അല്ലെങ്കിൽ അവർ ഇത്ര വർഷമുണ്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനം കൊടുക്കണം ഗ്ലോബൽ. അപ്പോൾ എല്ലാവരും മറ്റേ ഗ്രൂപ്പിൽ നിന്ന് ഈ ഗ്രൂപ്പിൽ നിന്നും എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ അടുത്ത ശരിക്കുള്ള ഗ്ലോബൽ കോൺഫറൻസ് 6 മാസത്തിനകം നടക്കും. ബാംഗ്ലൂർ വെച്ച് നടക്കാൻ തീരുമാനിക്കുകയാണ്. അവിടെ നല്ല പ്രോപ്പർ രീതിയിൽ ഇലക്ഷനോട് കൂടി നമുക്ക് ചെയ്യാം. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ മലയാളികളുടെ അവർക്കുള്ള അക്ഷമരായിരുന്നു കുറച്ച് പേര് എവിടെ ചെന്നാലും അവർ അത് സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവരിൽ കുറച്ച് പേര് ചേർന്ന് അവർ സ്പ്ലിറ്റായി. അത് വളരെ ചെറിയ കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു. അപ്പം അത് എന്നാലും സാരമില്ല, നമ്മൾ മുന്നോട്ട് പോയി. നമ്മുടെ ബാംഗ്ലൂർ കോൺഫറൻസും ഉമ്മൻചാണ്ടി സാർ വന്നാണ് ഉദ്ഘാടനം ചെയ്തത്. അതും ഇതേപോലെ പല ആൾക്ക് മറ്റേത് പോയ കൂട്ടരൊക്കെ ഒരുപാട് പുള്ളിയെ തടയാൻ ശ്രമിച്ചിട്ടും പുള്ളിക്ക് മനസ്സിലായി സത്യത്തിൽ നീതി എവിടെയാണെന്ന് മനസ്സിലാക്കി. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. ഒരു ചെറിയ വിഭാഗം മാത്രമേ പോയുള്ളായിരുന്നു. അങ്ങനെ അത് അവിടെ അപ്പോൾ നമ്മളുടെ ആ ശോഭ കൊണ്ട് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ആ ശോഭ, അതിൻ്റെ ആ ഒരു ഗ്ലോറി നല്ല വീണ്ടും തിരിച്ച് പിടിച്ചത് വീണ്ടും നഷ്ടപ്പെടുന്നത് 1-2 ആൾക്കാർ വിചാരിച്ചാൽ മതി ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട്. അങ്ങനെ അവിടെ വെച്ച് സംഭവിച്ചു. പിന്നീട് എന്നാൽ തന്നെയും മെയിനായിട്ടുള്ള എല്ലാ ആൾക്കാരും അതിനകത്തുണ്ടായിരുന്നു. അന്ന് വീണ്ടും ഞാൻ ഗ്ലോബൽ ചെയർമാനാകുന്നു. AV അനൂപ് എന്ന് പറഞ്ഞാൽ മെഡിമിക്സിൻ്റെ ഒക്കെ മേളം, അതിൻ്റെ AVA ഗ്രൂപ്പിൻ്റെ അദ്ദേഹം പ്രസിഡൻ്റായിട്ട് വരുന്നു. അത് വീണ്ടും നമ്മൾ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ പോയി ഞാൻ 2018 ന്യൂജേഴ്സി വെച്ചുള്ള നമ്മുടെ ബൈനറി കോൺഫറൻസ് വെച്ച് ഞാൻ സ്ഥാനം ഒഴിയുന്നു. നമ്മുടെ കരാർ പ്രകാരം അങ്ങനെയാണ്. അടുത്ത മറ്റേ ഗ്രൂപ്പിൽ നിന്ന് വരണം അടുത്ത ചെയർമാൻ. അപ്പോൾ AVA അനൂപ് വീണ്ടും ചെയർമാനാകുന്നു. ഞങ്ങളുടെ പണ്ടുണ്ടായിരുന്ന ഗ്രൂപ്പിൻ്റെ ഭാഗമായ ജോണി കിരോടെ വീണ്ടും പ്രസിഡൻ്റായിട്ട് വരുന്നു. അങ്ങനെ ഇതുണ്ടല്ലോ, ഇതൊരു വളരെ അണ്ടർസ്റ്റാൻഡിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചാണ് 1-2 പേരെ ഞാൻ എൻ്റെ ഒരു പ്രത്യേക താല്പര്യം എന്ന് പറയാൻ കാരണം, അവർ ന്യൂജേഴ്സി കോൺഫറൻസ് നടത്തി 1-2 വളരെ നല്ല കുറച്ച് ഭംഗിയായിട്ട് നടത്തിയ ഒരു പാർട്ടിയാണ്. പെട്ടെന്ന് പുള്ളിക്ക് ജനറൽ ബോഡിയുടെ അംഗീകാരത്തോടുകൂടി പുള്ളിയെ ഒന്ന് കൈപിടിച്ചുയർത്തി ഒരു സ്ഥാനം കൊടുത്തു. പേര് ഞാൻ പറയുന്നില്ല. അത് കാരണമാണ് ഇന്ന് വീണ്ടും വേൾഡ് മലയാളി കൗൺസിൽ ഒരു 3ാമത്തെ സ്പ്ലിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം വേൾഡ് മലയാളി കൗൺസിലിന് ഒരു ദിശാബോധത്തോടു കൂടി പോവും. ഇതറിയാൻ വയ്യാത്ത കുറച്ച് ആൾക്കാരാണ്. എന്താണ് ഇപ്പോൾ ഈ ആനയെ കണ്ട 5 അന്തന്മാരുടെ അവസ്ഥയാണ്. ഇപ്പോൾ ഓരോരുത്തരും ഓരോന്നായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ചിലർ പറയും വലിയ തൂണാണ്, ചിലർ പറയും അത് പിന്നെ വിശറിയാണ്. അതേപോലെ തന്നെ ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു പിന്നെ ചില ആൾക്കാർ പറയാൻ ഉദ്ദേശിക്കുന്ന ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, ചാരിറ്റി അതൊന്നുമല്ല. അത് മാത്രമല്ല, അത് ഗ്ലോബലി ഉള്ള എല്ലാ സംഘടനകളും ചെയ്യുന്ന കാര്യങ്ങളാണ്. ചാരിറ്റി, ഹ്യൂമാനിറ്റേറിയൻ പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ പക്ഷേ വേൾഡ് മലയാളി കൗൺസിലിനെ മാറ്റി നിർത്തുന്ന ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. മലയാളികളുടെ ഇവിടെയൊക്കെ ഉണ്ട്, അവർക്കൊക്കെ നെറ്റ്വർക്ക് ചെയ്യാനും അവർക്കെല്ലാം ഒരു കൂട്ടായ്മയോടുകൂടി ഒരു ഫെലോഷിപ്പ് ചെയ്യാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്. അപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂജേഴ്സി ചെന്നാലോ സിഡ്നി ചെന്നാലോ നമ്മുടെ ആൾക്കാർ മലയാളികളുമായിട്ട് നമുക്ക് ബന്ധപ്പെടാനുള്ള ഒരു അവസരം, ഒരു പ്ലാറ്റ്ഫോമായിട്ട് അതിനെ ഒന്നായിട്ട് കാണണം. രണ്ടാമത്, നമ്മളാൽ കഴിയുന്ന ചാരിറ്റി ചെയ്യുന്നുണ്ട്. വേൾഡ് മലയാളി കൗൺസിൽ അതിൻ്റെ ഒരുപാട് ചാരിറ്റി ഹ്യൂമാനിറ്റേറിയൻ കാര്യങ്ങളിലൊക്കെ നമ്മൾ സജീവമാണ്. അതോടൊപ്പം ഈ മലയാളികളുടെ സംസ്കാരവും പിന്നെ മലയാളം ഭാഷ പിന്നെ അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയൊക്കെയുള്ള വേദികളും ഒരുപാട് സംരംഭങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഒരു തോട്ട് ലീഡർഷിപ്പ് പ്ലാറ്റ്ഫോമായിട്ട് വേൾഡ് മലയാളി കൗൺസിലെ മാറ്റി.
തോട്ട് ലീഡർഷിപ്പ് അതാണ് വേണ്ടത്. മലയാളികൾക്ക് വേണ്ടത് അത് അവരുടെ ചിന്താപരമായിട്ട് അവരെ നയിക്കാനുള്ള, അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള ഒരു പുതിയൊരു ദിശയിലേക്കും അവരെ കുറിച്ച് മലയാളികളുടെ മാത്രം ഉന്മേഷത്തിന് വേണ്ടിയല്ല, അതിലും വലിയൊരു ക്യാൻവാസായ ഇന്ത്യയുടെ മുന്നോട്ടുള്ള കുതിപ്പിൽ നമുക്ക് ആസ് ആൻ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ നമുക്ക് വലുതായ ഒരു പങ്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ലോകത്ത്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. കാരണം നമ്മളെല്ലാം ഒരു തരത്തിൽ പറയുകയാണ് ഇന്ത്യയുടെ അംബാസിഡേഴ്സാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം, നമ്മളെക്കാൾ കഴിയുന്ന എന്തൊക്കെ ചെയ്യാം. ഉദാഹരണത്തിന് ഞാനൊരു പത്രപ്രവർത്തനമാണ്, എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പം ചുമ്മാ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെയാണ് ഞാൻ ഇന്ത്യക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത്. അത് ഇന്ത്യയുടെ ഒരു പോസിറ്റീവ് സൈഡ് ചിത്രീകരിക്കുന്നത്. ഒരു പക്ഷേ എന്താണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടാൻ ഒരു ഇതുണ്ടെങ്കിൽ അത് തീർച്ചയായും താങ്കൾ അർഹനാണ്. അതിന് വേണ്ടിയുള്ള അത്രയും ഈ നീണ്ട കാലത്ത് ഉണ്ടാണ്. അത് എനിക്ക് കിട്ടിയൊരു പ്രത്യേക ഭാഗ്യമാണ്. കാരണം റിട്ടയർമെൻറ്റ് ഏജ് കഴിഞ്ഞിട്ടും എൻ്റെ ഈ ഇപ്പം കലീഷ് ടൈംസുകാർ എന്നെ അവിടെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ട് എല്ലാ ദിവസവും എഴുതാനുള്ള അവസരങ്ങളും ഉള്ളതുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു റെക്കോർഡായിരിക്കും ബൈലൈൻ ചെയ്ത വെച്ച് നോക്കുകയാണെങ്കിൽ സർ ബൈലൈൻസ് ആണല്ലോ നമുക്ക് നോക്കുന്നത്. ഇംഗ്ലീഷിൽ മാത്രം ഞാൻ എഴുതിയിട്ടുള്ളൂ, മലയാളത്തിൽ എഴുതി മലയാളം മനോരമയില്ല എഴുതി, അതിൻ്റെ ഒന്നും റെക്കോർഡില്ല. അതിലാദ്യമൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ ആർക്കൈവ് എന്ന് എടുത്തിട്ടുണ്ട്, അതൊക്കെ ഡിജിറ്റൽ ഫോമാറ്റിലല്ല. അതുകൂടെ ഡിജിറ്റൽ ഫോമാറ്റിൽ തന്നെ വന്ന് നോക്കുകയാണെങ്കിൽ തന്നെ ഇതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഒരു 16,000-നും 20,000-നും ഇടയ്ക്കുള്ള ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു 100 കണക്കിന് ഇന്ത്യയെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യയുടെ മിക്കവരുള്ള കേന്ദ്രമന്ത്രിമാരും കേരള മന്ത്രിമാരും അല്ലെങ്കിൽ സ്റ്റേറ്റ് മന്ത്രിമാരും ഒക്കെ വരുമ്പോൾ അവിടെയൊക്കെ വളരെ കാര്യമായിട്ട് എഴുതിയിട്ടുള്ളതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ലേഖനം അതിപ്പോൾ പലതും ഇപ്പം ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പേരും അല്ലെങ്കിൽ അത് ഏതെങ്കിലും അത് വെച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതെല്ലാം ഉള്ളതാണ്, അത് റെക്കോർഡഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇപ്പം ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഈ ഒരു സംഭവത്തിൽ ഒരു വിവാദത്തിലോട്ട് പോയി നിൽക്കുന്നത്? അത് ഈ ബാക്കുവിൽ നടക്കുന്ന കോൺഫറൻസിനെ കുറിച്ചായിരിക്കും താങ്കൾ ഉദ്ദേശിക്കുന്നത്. അത് അപ്പോൾ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ നമ്മൾ എല്ലാ ബൈനിയൽ കോൺഫറൻസ് 2 വർഷം കൂടുമ്പോഴുള്ള കോൺഫറൻസുകൾ ഏതെങ്കിലുമൊക്കെ നല്ലൊരു എല്ലാവർക്കും വന്ന് എത്താവുന്ന രീതിയിലുള്ള ഒരു ഡെസ്റ്റിനേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ ബാങ്കോക്ക് വെച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വേൾഡ് മലയാളി വിമൻസ് ഫോറം, എൻ്റെ വൈഫായിരുന്നു അതിൻ്റെ ചെയർപേഴ്സൺ ഗ്ലോബൽ, കുലാലംപൂരി വെച്ച് ചെയ്ത് വളരെ വിജയകരമായിരുന്നു. 300 ചില്ലുവാനും വനിതകളും അവരുടെ ഹസ്ബൻഡ്സും പങ്കെടുത്ത് വരണം. 300 ചില്ലുവാനും ആൾക്കാർ കുലാലംപൂർ കഴിഞ്ഞ നവംബറിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഡെസ്റ്റിനേഷൻ വെച്ച് ചിലപ്പോൾ യൂറോപ്പിലെ രാജ്യങ്ങളിലായിട്ട് ഇപ്പോൾ ഞങ്ങൾ നോക്കിയ ഒരു ഘടകം നോക്കിയാൽ ഒരു പുതിയ ഡെസ്റ്റിനേഷൻ എല്ലാവർക്കും വന്ന് ഈസിയായിട്ട് എത്തിച്ചേരാൻ കഴിയണം, വിസ ഒരു പ്രശ്നമാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് ഈസ്റ്റ് യൂറോപ്പിലെ രാജ്യങ്ങൾ, കുറച്ച് രാജ്യങ്ങൾ അസർബൈജാൻ, ജോർജിയ, അർമേനിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ശ്രദ്ധയപ്പെട്ടു. ഞങ്ങൾ നോക്കിയുടനെ ഈ 500-ഓളം വരുന്ന ഡെലിഗേറ്റ്സിന് അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് നടത്താനുള്ള സൗകര്യവും അതുപോലെ തന്നെ അഫോർഡബിലിറ്റി, ആൾക്കാർക്ക് താങ്ങാവുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കണം, അതും പിന്നെ ഈസി ആയിട്ടുള്ള ട്രാവൽ ചെയ്യാനുള്ള അതൊക്കെ വെച്ച് നോക്കിയുടനെ ഞങ്ങൾ അവസാനം തീരുമാനിച്ചത്, അത് ജനുവരിയിലെടുത്ത തീരുമാനമാണ്. ഈ സംഘർഷമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഫാക്ടേഴ്സാണ് നമ്മൾ കരുതിയത്. ഇന്ത്യയായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുന്ന ഒരു രാജ്യമാണ്. കാരണം ഇന്ത്യ അവിടെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ONGC, പിന്നെ ഇന്ത്യ അവിടെ നിന്ന് ഒരുപാട് ഈ ഓയിൽ എല്ലാ വർഷവും ഇമ്പോർട്ട് ചെയ്യുന്നു, കുറച്ച് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻസ് 2-3 ഉണ്ട് ഇവിടെ, അതിൽ മലയാളികളുടെ ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സപ്പോർട്ട്, ഗ്രൗണ്ട് സപ്പോർട്ടും കിട്ടും. അവർ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മലയാളി അസോസിയേഷൻ അവിടെ ചെല്ലുന്നതുകൊണ്ട് അത് ഹോസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറെടുത്തു. അപ്പോൾ അതിന് മുമ്പ് പ്രിപ്പറേഷൻ മുമ്പായിട്ട് അപ്പോൾ ഇത് തീരുമാനിക്കുക അങ്ങനെയാണ്. ജനുവരി തീരുമാനിച്ചു. അതിന് മുമ്പ് തന്നെ നമ്മൾ ഉടനെ 1 മാസം കഴിഞ്ഞുകൊണ്ട് തന്നെ അവിടെ പോയി, ബാക്കുവിൽ പോയി. അവിടുത്തെ അംബാസഡർ ഒരു തമിഴ് ആളാണ്, ഇന്ത്യൻ അംബാസഡർ, പുള്ളിയെ കണ്ടു. പുള്ളി വളരെ സ്വാഗതം ചെയ്ത് നിങ്ങൾ വാ, ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാം. അദ്ദേഹം മിക്കവാറും നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്ന് വാക്ക് തന്നാണ്. അതുപോലെ എല്ലാം കണ്ടു, മലയാളി അസോസിയേഷനെയൊക്കെ കണ്ടു. അവർ നമ്മളുടെ ഇതിനകത്ത് അവിടെ ഒരു ചാപ്റ്റർ നമ്മൾ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഉണ്ടാക്കി, ഇവിടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രോവിൻസ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നമ്മുടെ ഈ സംഘർഷം, അതിർത്തിയിലെ ഈ പ്രശ്നങ്ങളും ഭീകര ആക്രമണമൊക്കെ ഉണ്ടായപ്പോൾ ഇവരൊരു നിലപാടെടുത്തു. അസർബൈജാൻ എടുത്ത നിലപാട് ഇന്ത്യക്കെതിരായിട്ട് എടുത്തു. അത് നമുക്ക് അതിനെ വളരെ നമുക്കെല്ലാവർക്കും ഒരു ഞെട്ടലും വിഷമം ഉണ്ടാക്കി. അപ്പം നമ്മൾ പിന്നെ തീരുമാനിച്ചു എങ്കിൽ നമുക്കത് ഡെസ്റ്റിനേഷൻ ഒന്ന് മാറ്റാം. നമ്മുടെ ഒരു പെട്ടെന്നൊരു തീരുമാനം മാറ്റാനായിട്ട് നമ്മൾ ആലോചിക്കാൻ നമ്മൾ ആദ്യം എടുത്ത് നമ്മൾ വേറെ 2-3 ഡെസ്റ്റിനേഷൻ നോക്കി. ദുബൈ വെച്ച് നടത്താമെന്ന് നോക്കിയപ്പോൾ നോക്കിയോടനെ പറ്റിയത് ഈ എയർ അറേബ്യയിലോ അങ്ങനെയുള്ള ബഡ്ജറ്റ് എയർലൈൻസിലാണ് എല്ലാവരും ടിക്കറ്റ് എടുത്തത്. മാറ്റുകയാണെങ്കിൽ അത് വലിയ നഷ്ടം ഉണ്ടാകും. പിന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ആദ്യമേ കൊടുത്ത
പിന്നെ ഒരുപാട് ഡോളേഴ്സ് എല്ലാം നഷ്ടമാകും. പിന്നെ നമ്മുടെ സംഘാടകരായി അവിടെ നിൽക്കുന്ന മലയാളികൾക്ക് അതിൽ ഭീമമായ നഷ്ടം ഉണ്ടാകും. കാരണം അവരിതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1.25 കോടി ഇന്ത്യൻ റുപ്പിയുടെ ഒരു ഡാമേജ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ വിളിച്ചു പലയിടങ്ങളിലും, ഞാനിത് ഡെലിഗേറ്റ്സ് വരാനുള്ള ആൾക്കാരൊക്കെ ചോദിച്ചിട്ട് അവർ പറഞ്ഞു ദയവ് ചെയ്ത് മാറ്റരുത്, ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഈ 4 ദിവസത്തേക്ക് വരാനായിട്ടുള്ളതാണ്, മാറിക്കഴിഞ്ഞാൽ ഇത്രയും നഷ്ടം ഉണ്ടാവും, ഇത് ആര് തരും? അപ്പം നമ്മൾ തീരുമാനിച്ചു. ഞാൻ അപ്പോൾ ആദ്യം ഇന്ത്യൻ സ്ഥാനപതികളായിട്ട് അംബാസഡേഴ്സുമായിട്ട് ആലോചിച്ചു, അവിടെയുള്ള ആൾക്കാരുമായിട്ട് ആലോചിച്ചു, ഇവിടെയുള്ള ഇന്ത്യൻ സ്ഥാനപതി പിന്നെ ഡിപ്ലോമാറ്റിക് മിഷനിലെ ആൾക്കാരുമായിട്ട് സംസാരിച്ചു. ഇതെല്ലാം ഉപരിയായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിലുള്ള ആൾക്കാരുമായിട്ട് ആലോചിച്ചു. അവർ പറഞ്ഞു ഇന്ത്യയും അസർബൈജാനും തമ്മിലുള്ള ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാരത്തിന് യാതൊരു കുഴപ്പവും ഒരു പങ്കവുമില്ല, യാത്രയ്ക്ക് ആരും വിലക്ക് കൽപ്പിച്ചിട്ടില്ല, നിങ്ങൾ അവിടെ നടത്തുകയാണെങ്കിൽ ആർക്കും ഒന്നും പറയാനൊക്കത്തില്ല, അത് നടത്തണ്ടേന്ന് നിങ്ങൾ തീരുമാനിക്കുക. പിന്നീട് ഇന്ത്യയിലെ എത്രയോ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്, അവരെല്ലാം സുരക്ഷിതരാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് മാത്രമല്ല ഈ ബന്ധങ്ങൾ പിന്നെയും ഇതിപ്പോഴുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കാലാകാലങ്ങളിൽ മായിക്കുമായിരിക്കും. ആ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ പൈസ ആരെങ്കിലും തിരിച്ചു തരുമോ? അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ വന്നപ്പോൾ എല്ലാ ആൾക്കാരുടെ അഭിപ്രായം തേടിയാണ്. ലോകത്തുള്ള പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ കിട്ടുന്നത് അവരെല്ലാം ഒരേ ശബ്ദത്തിൽ പറഞ്ഞു. 1-2 ആൾക്കാർ പറഞ്ഞു അങ്ങനെ പോകുന്നില്ല, ശരി നിങ്ങൾ വരണ്ട, ഞങ്ങളവിടെ പോയി നടത്തി, നമ്മൾ ഇത് നടത്തിയിട്ട് ഇന്ത്യയോടുള്ള ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനവും രാജ്യസ്നേഹവും കാണിക്കുന്നത് ഗൾഫിലുള്ള ഇന്ത്യക്കാരാണ്, ഗൾഫിലുള്ള പ്രവാസികളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം അവരുടെ ഇവിടുത്തെ ജീവിതം അത്ര പിന്നെ എന്നതേക്കുള്ളതല്ല, ഇറ്റ് ഈസ് നോട്ട് ഫോർ എവർ, ഇന്നവിറ്റബിളാണ്. അവർക്ക് തിരിച്ചവിടെ പോയി ഇന്ത്യയിൽ തിരിച്ചെത്തിയുള്ളൂ. അതൊന്നും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള പൗരൻ എന്ന നിലയിൽ നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഗ്രോയിങ് അക്സെപ്റ്റൻസ് ആൻഡ് റെക്കഗ്നീഷൻ, അത് നമുക്കും നമ്മുടെ അഭിമാനമുള്ളവരാകുന്നു. വേറെ ഒന്നും രാജ്യങ്ങളിലൊന്നും ചെന്ന് കഴിഞ്ഞാൽ UAE-യിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള പരിഗണന നമുക്ക് കിട്ടത്തില്ല. അതൊക്കെയാണ്, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ആ ഇന്ത്യയോടും പിന്നെ അതായത് നമ്മുടെ രക്തത്തിൽ, നമ്മുടെ സിരകളിൽ ഓടുന്ന രക്തങ്ങളിലെല്ലാം ആ ദേശാഭിമാനമാണ് കൂടുതലുള്ളത്. അപ്പം പണ്ട് നമ്മൾ വള്ളത്തോട് പറഞ്ഞതുപോലെ ഭാരതം എന്ന് കേട്ടാലും പിന്നെ അഭിമാന പുളകിതമാകുക മാത്രമല്ല, നേരത്തെ മലയാളികളെക്കുറിച്ച് പറഞ്ഞ പോലെ കേട്ട നമ്മുടെ ഞരമ്പുകളിൽ തിളയ്ക്കണമെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കുഴപ്പമില്ല, അത് പോവുകയാണ്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു ചെയ്തത്, വിദേശ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഇപ്പോൾ USA-ലും യൂറോപ്പിലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർ ഇന്ത്യക്കാരാണ്, പക്ഷേ അവർ ഇന്ത്യക്കാർ ഓഫ് ഇന്ത്യൻ ഒറിജിനാണ്, അവർ ഇന്ത്യൻ സിറ്റിസൺ അല്ല. അവർ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ തലപ്പത്ത് നിർഭാഗ്യവശാൽ ഇരിക്കുകയാണ്. അവർക്കുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ പേരും പ്രശസ്തിക്കും വേണ്ടിയുള്ള ഒരു ഫ്രാഞ്ചിയേറ്റർ സ്വഭാവമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ദൗത്യം എന്താണെന്നൊന്നും അറിയേണ്ട. അവർ വേൾഡ് മലയാളി കുറച്ച് പൈസയൊക്കെ ഉണ്ട്, പക്ഷേ വിദേശ പാസ്പോർട്ടാണ്. നമ്മളെ ഇവിടെയുള്ള ഗൾഫ് മലയാളിയെക്കുറിച്ച് അവർ പുച്ഛമാണ് ചില സമയത്ത് അവരുടെ സംസാരത്തിൽ പറയും. ഇവരെന്തൊക്കെയോ തലപ്പത്ത് കയറി ഇരുന്നുകൊണ്ട് ഇത് ചെയ്തപ്പോൾ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അവർക്കറിയാം അവർക്ക് ഇന്ത്യയിൽ അവരുടെ രാജ്യം അമേരിക്കയല്ലേ, അവർക്ക് അല്ലെങ്കിൽ യൂറോപ്പാണ്, അവർക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ആ രീതിയിലുള്ള സമീപനമാണ് പണ്ട് മുതലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളതൊന്നും കരുതാക്കിയില്ല. പക്ഷേ അവർ കുറച്ച് ആൾക്കാർ കുറച്ച് പൈസയൊക്കെ ചിലവാക്കി 1-2 മാധ്യമത്തിലുള്ള പ്രവർത്തിക്കുന്ന ചില യൂട്യൂബ് ചാനലുകളിലെയൊക്കെ സ്വാധീനിച്ച് നമുക്കെതിരെ ചെയ്യുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ മനസ്സാക്ഷി ക്ലിയറാണ്, നമ്മുടെ ഉദ്ദേശലക്ഷ്യം ഒന്നാണ്, വളരെ ശുദ്ധമാണ് ഇന്ത്യയോടുള്ള. അപ്പം ഞാൻ ചോദിച്ചു, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഒരു ചെറിയൊരു ഹിൻഡ്, ഒരു അഡ്വൈസറി വരികയാണ്, നിങ്ങളവിടെ പോകരുത്, യാത്ര പോകാൻ പാടില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ എത്ര രൂപ നഷ്ടം വന്നാലും ഇത് നിർത്തും, വേണ്ടെന്ന് വെക്കും. അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ യാത്രക്കാരും പറഞ്ഞാണ്. സാറേ ഗവൺമെൻറ് അല്ലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു വിലക്കുമില്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇപ്പോഴും ഇന്ത്യ അസർബൈജാൻ ട്രേഡ് റിലേഷൻസ് അനസ്യൂന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ 400-ൽ പരം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുകയാണ്, എത്രയോ 1000 ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നു. അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. അവരെല്ലാം ഇപ്പോൾ രാജ്യദ്രോഹികളാണ് അവിടെ പോകുന്നത്, ഒരിക്കലുമല്ല. അവരെല്ലാം പാക് ഭീകരതയെ തുണച്ചവരാണ് അല്ലല്ലോ. പിന്നെ വേറൊരു വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യക്കെതിരെയുള്ള ഈ പാകിസ്ഥാൻ്റെ നീക്കങ്ങളിലൊക്കെ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ വെപ്പൺ കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഒന്ന് ചൈനയാണ്, 81%
ആയുധങ്ങളും ചൈനയുടെയാണ്. പിന്നീട് കൊടുത്തത് നെതർലാൻഡ്സാണ്. ഈ നെതർലാൻഡ്സിൽ ഇപ്പം ഇതിന് ശേഷം നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പോയി, ജയശങ്കർ പോയി, അവരെ ഒന്നുകൂടെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. ഇന്ത്യക്കെതിരെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് നെതർലാൻഡ്സിൽ പോയി. മൂന്നാമത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടർക്കിയാണ്. പിന്നെ കൊടുക്കുന്ന ആരാന്നറിയോ? USA ആണ്. ഇന്ത്യക്ക് തരാതെ F-16 പോർ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങളും അവാക് റഡാർ വിമാനങ്ങളൊക്കെ US പാകിസ്ഥാൻ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മുടെ അടിച്ചുകൊണ്ടിരിക്കുന്നവർ. നമ്മൾ അതുകൊണ്ടാണല്ലോ നമ്മുടെ റഷ്യയിൽ നിന്നും ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്നത്. പിന്നെ അസർബൈജാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആയുധങ്ങളൊന്നും തരാനുള്ള കെൽപ്പില്ലാത്ത ഒരു രാജ്യമാണ്. പിന്നീട് അവരും ഇന്ത്യയായിട്ടുള്ള റിലേഷൻഷിപ്പ് മാറാനായിട്ട് 1-2 സാഹചര്യങ്ങളുണ്ടായി. അത് ഞാൻ പിന്നെ മനസ്സിലാക്കിയത് അസർബൈജാനും അർമേനിയയും തമ്മിലുള്ളൊരു യുദ്ധം ഉണ്ടായിരുന്നു. ഈ യുദ്ധം നടന്ന് അർമേനിയക്കാർ അസർബൈജാനീസിന് ഒരുപാട് പേരെ വംശഹത്യ നടത്താൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരുടെ പരാതി അതാണ്. നേരെ മറിച്ച് പാകിസ്ഥാൻ അവരുടെ സോൾജേഴ്സിനെ വിട്ടുകൊടുത്ത് ആയുധങ്ങൾ കൊടുത്ത് അവരെ സഹായിച്ചു. ഇന്ത്യയുടെ ആയുധങ്ങളൊക്കെ അർമേനിയയ്ക്ക് കൊടുത്തെന്ന് അവർ ആരോപിക്കുന്നു. ഇതുമൂലം അവർക്കുള്ള ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവരെ ഒരു ആപത്ഘട്ടത്തിൽ സഹായിച്ചപ്പോൾ അവരും അതിൻ്റെ പേരിൽ അവർ തിരിച്ച് പറഞ്ഞു കാണുമായിരിക്കും. പറഞ്ഞെന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ അതിനെയൊന്നും ന്യായീകരിക്കാനോ അതൊന്ന് ശരിയാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. നമുക്കെതിരെയുള്ള ഒരു ശത്രു രാജ്യത്തോട് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ വിഷമവും വിദ്വേഷവും ഉണ്ടാക്കേണ്ട കാര്യമാണ്. പക്ഷേ അതെല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ അത് നാളെ വീണ്ടും ഇവർ തമ്മിൽ ഇപ്പോഴും പക്ഷെ അതുകൊണ്ട് നമ്മുടെ ഇത്രയും പൈസ നമ്മൾ നഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ നമ്മുടെ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്താലും നമുക്ക് അവിടെ പോയിട്ട് വരാം. കാരണം ഇപ്പോഴും എത്രയോ ആൾക്കാർ ഇന്ത്യക്കാർ മിനിഞ്ഞാന്ന് ഇവിടുത്തെ ഒരു വലിയൊരു പ്രൊഫഷണൽ ഗ്രൂപ്പ് 60 പേരുള്ള പ്രൊഫഷണൽ ഗ്രൂപ്പ് അവരുടെ ആനുവൽ സമ്മേളനം അവിടെ നടത്താനായിട്ട് 60 പേര് ഒരു ട്രാവൽ ഏജൻസി കയറ്റി വിട്ടു. അവരെന്തൊക്കെ പറഞ്ഞു അവർ പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിർബാധം തുടരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു അഭംഗരം തുടരുകയാണ്. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ഇവിടെ ഇത് ഊതി വീർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം നമ്മുടെ കുറച്ച് ആൾക്കാർ ഈ രാജാവിനാണല്ലോ ഏറ്റവും കൂടുതൽ രാജ്യത്തോടുള്ള ഭക്തി കാണേണ്ടത്, രാജ്യഭക്തി രാജ്യത്തോടുള്ള. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജാവ് ആരാണ്? ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഇന്ത്യയുടെ പിന്നെ ഫോറിൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്നുള്ള ആൾക്കാരാണ് നമ്മുടെ. അവർ പറയാത്തൊരു കാര്യം, അവർക്ക് ഇല്ലാത്തൊരു രാജ്യത്തോടുള്ള സ്നേഹം കാണിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് അവർ കാണിക്കുകയാണ്. അവർ കാണിച്ച് ഇത് ഊതിപ്പിലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അവരുടെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറമായിട്ട് വേളുമലയാളി ഞങ്ങൾ ആൾക്കാരെ പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയ്ക്ക് ശേഷം ഉണ്ടല്ലോ വന്നപ്പോഴും നമ്മളെന്ത് ചെയ്തു, നമ്മൾ ആദ്യം ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ഉദ്ദേശിച്ചത് അവിടെ വെച്ച് ചെയ്യുകയാണെങ്കിൽ 100-150 പേര് കൂടുതൽ വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഇത്രയും ആൾക്കാർ വരുമെന്ന് ഞങ്ങൾ തന്നെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ തന്നെ പ്രതീക്ഷിക്കാതിരിക്കുന്ന മറ്റവർക്ക് ഇത് വളരെ അവർ പരിഭ്രാന്തരായി. അവർ ബാങ്കോക്കിൽ നടത്താനായിട്ട് അങ്ങനെ തീരുമാനിച്ച സ്ഥിതിക്ക് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അവർ നിരന്തരം ഈ പിന്നെ ചെകുത്താൻ്റെ വർക്ക്ഷോപ്പ് 24 മണിക്കൂറും 24/7 പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ അവിടെ കുറച്ച് ആൾക്കാർ ഇരുന്ന് 24/7 പ്രവർത്തിച്ച് അവിടെ അയക്കുന്നു ഇവിടെ അയക്കുന്നു. മറ്റവർക്ക് പൈസ കൊടുത്ത് അവരെ കൊണ്ട് അത് ജയിക്കുന്നു. അവർ എങ്ങനെ ഈ പ്രോഗ്രാം നടക്കാതിരിക്കാനുള്ളതാണ്. പക്ഷെ നമുക്കപ്പം എന്ത് ചെയ്തു, കുറച്ചുകൂടി ഒരു ഊർജ്ജമായി അത് ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ നടത്തും. കാരണം നമ്മളെ വിശ്വസിച്ച് വരാൻ തീരുമാനിച്ച ആൾക്കാർ അവിടെ പോയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യസ്നേഹം ഉരുകിപ്പോത്തില്ല. അവിടെ പോകാതെ ഇരുന്നുകൊണ്ട് നമ്മുടെ രാജ്യസ്നേഹം വർദ്ധിക്കത്തുമില്ല. നമ്മുടെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉള്ളതാണ്. നമ്മുടെ രാജ്യത്തിനോടുള്ള സ്നേഹം അത് നമ്മുടെ ഞരമ്പുകളിൽ ഓടുന്നതാണ്. അത് പ്രകടിപ്പിക്കേണ്ട രീതി ഇങ്ങനെ ബോയ്ക്കോട്ട് ചെയ്ത് നമ്മൾ ഇത്രയും നഷ്ടപ്പെടുത്തി അല്ലല്ലോ കാണേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ ചൈനയിലാരും പോകാൻ പാടില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ നിങ്ങൾ ആദ്യം കളയണം. കാരണം ചൈനയാണ് ഇന്ത്യക്ക് ഡിക്ലെയർഡ് ആയിട്ടുള്ള അജന്മ ശത്രു, ഇല്ലേ, പ്രഖ്യാപിത ശത്രുവാണ്. 81% നമ്മളെ അടിക്കാനുള്ള ആയുധങ്ങളും പോർ വിമാനങ്ങളും കൊടുത്ത ചൈനയാണ്. അപ്പോൾ ചൈനയുടെ ഫോണാണ് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത്. എല്ലാം ചൈന നിർമ്മിതമാണ്. ഈ ചൈന ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ഉടമ്പ നോക്കുകയാണെങ്കിൽ 8,50,000 കോടി റുപ്പീസ് ആണ് ഇന്ത്യക്ക് ട്രേഡ് ഇംബാലൻസ്. അതായത് ചൈനയായിട്ടുള്ള ബൈലാറ്ററൽ ട്രേഡിൽ നമ്മുടെ ഡെഫിസിറ്റ് ഗ്യാപ്പ് ഇതാണ്. അതായത് 8,50,000 കോടി രൂപ ഇന്ത്യ എപ്പോഴും ചൈനയ്ക്ക് എല്ലാ വർഷം കഴിഞ്ഞ വർഷം കൊടുക്കേണ്ടി വന്നു, തിരിച്ച് അങ്ങോട്ട് അടയ്ക്കേണ്ടി വന്നു. ഇമ്പോർട്ടും എക്സ്പോർട്ടും കൂടെ മൈനസ് ചെയ്യുന്നുള്ള വ്യത്യാസമാണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും അത് തുടരുകയാണ്. അപ്പോൾ അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ അമേരിക്കയാണ്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡ് പാർട്ട്ണറാണ് ചൈനയാണ്.
അപ്പോൾ ചൈനയിൽ ഇപ്പോൾ അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഏതാണ്ട് 99.8 ബില്യൺ ഡോളേഴ്സാണ് ട്രേഡ് ഗ്യാപ്പ് ഇന്ത്യ കൂടെ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ അസർബൈജാൻ ആണെങ്കിൽ ഇന്ത്യയുടെ 7ാമത്തെ ട്രേഡിംഗ് പാർട്ട്ണറാണ്, 7ാമത്തെയാണ് അസർബൈജാൻ. കാരണം ഇന്ത്യൻ ONGC അവിടെ പോയി വലിയ എത്രയോ ബില്യൺസ് ഡോളർ അവിടെ മുടക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യക്കാർ പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ട്. അസർബൈജാൻ ഈയിടെ അതായത് 1991 പിന്നെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് മാറി വന്ന രാജ്യമാണല്ലോ, മനസ്സിലായില്ല. അവരുടെ ആ രാജ്യത്ത് അവർ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അവിടെ നമ്മുടെ കോൺഫറൻസിനൊക്കെ നല്ല ഫെസിലിറ്റീസ് അവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ ഇവിടെ ഇതിന് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് നമ്മുടെ ഈ ഒരു മൊമെൻ്റം നഷ്ടപ്പെടുത്താനും നമ്മുടെ വളർച്ചയിൽ അസൂയ കൊണ്ടുള്ള പരിഭ്രാന്തരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാർ, ഞാൻ പറഞ്ഞില്ല വേൾഡ് മലയാളി കൗൺസിൽ ഇപ്പം 3 ഫാക്ഷനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് അവർ ഇതൊന്ന് ഊതിപ്പെരുപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അവരുടെ ശ്രമത്തിന് നമ്മൾ മാറേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ മനസ്സിൽ നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട് നമ്മൾ ചെയ്യുന്നത് ശരിയാണ്. നേരെ മറിച്ച് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പിന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി സ്പോക്സ് പേഴ്സണായിട്ട് ഇന്നലെ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു നാളെ വീണ്ടും പറയാം. അവർ പറഞ്ഞു ഞങ്ങൾ നേരത്തെ പറഞ്ഞ നിലപാട് ഒരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞു. ഒരു മാറ്റവും ഇല്ല. ഇന്ത്യയും അസർബൈജാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ചെറുതായിട്ടൊന്ന് സ്ട്രെയിൻഡ് ആയെങ്കിലും ഈ ഒരു കാരണങ്ങളാൽ അത് നേരത്തെ കുറച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തു. കാരണം അവരും അർമേനിയയും തമ്മിലുള്ള യുദ്ധത്തിൽ സ്ട്രെയിൻ ചെയ്തു. എന്നാൽ അതിനുശേഷവും ഇതേപോലുള്ള വ്യാപാര ബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരോടുള്ള ഒരു സോളിഡാരിറ്റി കാണിക്കാനും നമുക്ക് ഈ ഒരു അവസരം, കാരണം അവർ ഒറ്റപ്പെട്ടവരല്ല, ഇന്ത്യൻ സമൂഹം അവിടെയുണ്ട്. നമ്മളത് മാറായിരുന്ന അവർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? നമ്മൾ പേടിച്ച് മാറിയെന്നോ അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തി എന്നുള്ള സന്ദേശം കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും. ഇന്ന് ഇന്ത്യൻ ബിസിനസ്സുകാരിൽ ഏത് സമയം നോക്കിയാലും ഒരു 5% ഇന്ത്യൻ ബിസിനസ്സുകാരും ചൈനയെ കാണും ഒരേ സമയത്ത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഇറക്കുമതി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നമ്മുടെ എല്ലാ സാധനങ്ങളും, ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇടുന്ന ചില വാച്ചുകൾ അല്ലെങ്കിൽ നമ്മുടെ ഫോണ്, നമ്മൾ ഇടുന്ന വസ്ത്രങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന കാറുകൾ, ഇതെല്ലാം ചൈനീസ് നിർമ്മിതമാണ്, അല്ലെങ്കിൽ ആ ചൈനീസ് പാർട്ടുകളുണ്ട് അതിനകത്ത്. അങ്ങനെ ടോട്ടലി അവരെയൊക്കെ അവരെയാണ് ആദ്യം ബഹിഷ്കരിക്കേണ്ടത്. പിന്നീട് അല്ല, ഇതിപ്പം തന്നെ വളരെ വ്യക്തമാണല്ലോ. അത് ഇത് അവിടെ നടക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സംഘടനയെ ഒന്നുകൂടെ അവർക്കൊന്ന് ഒരു ഇൻസൾട്ട് ചെയ്യുക പബ്ലിക്കിന്റെ മുന്നിൽ, അതിനുവേണ്ടി അവർ നിതാന്തമായിട്ട് എല്ലാം ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതങ്ങോട്ട് ഏൽക്കുന്നില്ല. കുറച്ച് ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ 1-2 പേര് അവർ പിന്നെ വേറെ കാരണങ്ങൾ ഈ കാരണം പറഞ്ഞല്ല വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ള ഈ ഒരു 500 പേരിലുള്ള ആൾക്കാരിൽ ഒരു 480 ആൾക്കാർ ഇപ്പം ഇതിനെ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ഇനി എത്ര പേര് വന്നെന്നുള്ളതല്ല കണക്കല്ല, നമ്മൾ പോകുന്ന നമ്മുടെ ഒരു ശരിക്കുള്ള ഒരു ദിശാബോധത്തോടുകൂടി പോവുകയാണ്. വേൾഡ് മലയാളി കൗൺസിലിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ അതെന്തായി തീരണം എന്നുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതൊരു ചിന്താപരമായിട്ട് മലയാളി സമൂഹത്തിനും ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കുകയും ഇന്ത്യയുടെ 21-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നൂറ്റാണ്ട് ഇന്ത്യയുടേതാണ്, ഇന്ത്യയുടെ അമൃതകാലമാണ്. ഈ അമൃതകാലത്തിൽ ഇന്ത്യയുടെ ഒരു കുതിപ്പ്, സാമ്പത്തിക സാങ്കേതിക രംഗത്തുള്ള കുതിപ്പിൽ ഒരു ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് ഏത് രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്യാനും അതിൽ പങ്കുപറ്റാനും ആ സക്സസ്സിലെ പങ്കാളിയാകാൻ നമുക്ക് കഴിയുന്നൊരവസരം കൂടാണ് ഈ നൂറ്റാണ്ട്. അത് അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതാണ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു ലക്ഷ്യം. ഇതാണ്. അല്ലാതെ ജസ്റ്റ് ഒരു ചാരിറ്റിയോ ഹ്യൂമാനിറ്റേറിയൻ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ കൾച്ചറൽ പ്രവർത്തനങ്ങളോ മാത്രമല്ല, ആ രീതിയിലുള്ള നേതൃത്വപരമായിട്ട് ചിന്താപരമായിട്ടുള്ള നേതൃത്വം കൊടുക്കുകയും ഒരു അഡ്വക്കസി ഫോറമായിട്ട് വേൾഡ് മലയാളി കൗൺസിൽ മാറ്റുകയാണ്. അഡ്വക്കസി ഫോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഗവൺമെൻറ് തലത്തിലും ഉള്ള ആൾക്കാർ, വേൾഡ് മലയാളി കൗൺസിലിലെ അംഗങ്ങളിൽ 24 പേര് ഒരു സമയത്ത് ലോ കേരള സഭയുടെ മെമ്പേഴ്സായിരുന്നു. അത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പേരിലല്ല അവരെത്തിയത്, അവരുടേതായ ഇൻഡിവിജ്വൽ വ്യക്തിപരമായ കാഴ്ച. എന്നെ അവിടെ എടുത്തത് കേരള സഭയുടെ എടുത്തത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പേരിലോ അല്ലെങ്കിൽ അക്കാഫിൻ്റെ പേരിലോ അല്ല. ഞാൻ ഇവിടുത്തെ ഒരു വർഷങ്ങളായിട്ടുള്ള പത്രപ്രവർത്തനം നിലനിർത്തി. അങ്ങനെ പലരും വന്നു നോക്കുകയാണെങ്കിൽ ഇതിൽ 24 മെമ്പേഴ്സ് ഒരേ സമയത്ത് 181 മെമ്പേഴ്സ് പുറത്തുനിന്ന് വന്നതിൽ 24 പേര് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാമല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളോട് നിൽക്കുന്ന ആൾക്കാർ തന്നെ മാത്രമാണ്. അല്ലാതെ മറ്റേ ഗ്രൂപ്പുകളിൽ പോയവർ ഇപ്പോൾ 1-2 പേര് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്, നേരത്തെ ഒന്നും ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് തന്നെ മനസ്സിലാകും വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസക്തി എന്താണ്, ഏത് രീതിയിലാണ് നമ്മളൊരു അഡ്വക്കസി പ്ലാറ്റ്ഫോമായിട്ട് മാറി. അഡ്വക്കസി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഈ പോളിസി മേക്കേഴ്സാണ്, MLA മാരും MP മാരും മന്ത്രിമാരും ഗവൺമെൻറ്റും ഒക്കെ പോളിസി മേക്കേഴ്സാണ്. നമുക്ക് കാതലായിട്ടുള്ള പ്രവാസികൾക്ക് പിന്നെ പ്രയോജനപ്പെടുന്ന രീതിയിൽ
അല്ലെ അവർക്ക് വെല്ലുവിളികളായിട്ട് നിൽക്കുന്ന ചില നിയമങ്ങളും മാറ്റാനും ഒക്കെ നമ്മൾ കാലാകാലങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രവാസികളുടെ പ്രോപ്പർട്ടിക്ക് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാത്ത സമയത്ത് വേൾഡ് മലയാളി കൗൺസിൽ എടുത്ത ഇനിഷ്യേറ്റീവിലാണ് ലോകസഭയിൽ നമ്മൾ അതിനുവേണ്ടി ഒരു ബില്ല് അവതരിപ്പിക്കുകയും നമ്മുടെ എം പിമാരെ കൊണ്ട് അത് പ്രേരിപ്പിക്കുകയും ചെയ്തു. കേരളത്തിലെ ടെക്നോളജിയിൽ ഒരു പുതിയ കുതിപ്പിന് ആഹ്വാനം കൊടുത്തുകൊണ്ട് 2014 നമ്മൾ ട്രിവാൻഡ്രത്ത് വെച്ച് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ന്യൂ ടെക്നോളജി ഇനിഷ്യേറ്റീവ് അവിടെ തുടങ്ങി. ഒരുപാട് സാങ്കേതിക വിദഗ്ധരെയും സയൻറ്റിസ്റ്റുകളെയും കൊണ്ടുവന്ന് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ നേതൃത്വത്തിൽ വെച്ച് നമ്മളത് നടത്തിയുണ്ടായി. ഇപ്പോൾ മാറുന്ന കാലത്തിനൊത്ത് കേരളത്തിലെ നമ്മുടെ സാങ്കേതിക രംഗത്ത് ഉള്ള നമ്മുടെ മാറ്റങ്ങൾ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ അടുത്ത കുതിപ്പിന് അത് പിന്നുള്ള പശ്ചാത്തലം ഒരുക്കണമെങ്കിൽ അത് വേണ്ടി വരുമെന്ന് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ആയിരുന്നത്. അത് വളരെ വിജയകരമായി പോയി. അങ്ങനെ പല നമ്മുടെ മീറ്റിങ്ങുകളിലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എത്രയോ പ്രാവശ്യം നമ്മുടെ മീറ്റിങ്ങിൽ വന്നിട്ടുണ്ട്. നമ്മുടെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കോൺഫറൻസ് നമ്മൾ നടത്താറുണ്ട്. ബാക്കി വെച്ച് നമ്മൾ ഈ കേരളത്തിലേക്ക് വേണ്ടിയുള്ള ഒരു പുതിയ കാലഘട്ടത്തിലെ ഏത് രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് കേരളത്തിലേക്കും ഇന്ത്യയുടെ കുതിപ്പിനും കേരളത്തിന് എന്ത് ചെയ്യാൻ ഒക്കുമെന്നും പ്രവാസികളായ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും പുതിയ ഈ കേരളത്തിൻ്റെ പുതിയ നവോത്ഥാനം ഉണ്ടല്ലോ, വ്യവസായ രംഗത്തും ഒക്കെയുള്ള രംഗത്ത് പ്രവാസികളായിട്ടുള്ള ആൾക്കാരെ ഏത് രീതിയിൽ അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോസിസ്റ്റം കേരളത്തിൽ ഉണ്ടാക്കാതിനെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളോടെ ചെയ്യാൻ പോവുകയാണ്. ഏതായാലും വളരെ സന്തോഷം ഇത്രയും വ്യക്തമായി ഇതിനെക്കുറിച്ച് പറഞ്ഞതിന്. താങ്ക് യു.